വേദനകൾ നമുക്ക് ഒരിക്കലും അതങ്ങനെ തന്നെ ഇരിക്കുള്ളൂ, ഒറ്റപ്പെടൽ തന്നെയായിരിക്കും. അത് നമുക്ക് ഒരിക്കലും. മലയാളികൾക്ക് ഏറെ സുപരിചിതയായ നടിയാണ് നിഷ സാരംഗ്. ഉപ്പും മുളകും എന്ന ടെലിവിഷൻ പരമ്പരയിലൂടെയാണ് താരം കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. 1999 തൊട്ട് താൻ അഭിനയ രംഗത്തുണ്ടെന്നും ഇത്രയും വർഷമായിട്ടും ആരെക്കൊണ്ടും മോശം പറയിപ്പിച്ചിട്ടില്ല എന്നും അതിൽ തനിക്ക് അഭിമാനമുണ്ടെന്നും നിഷ പറയുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ് ഓൺലൈനോട് സംസാരിക്കുകയായിരുന്നു നടി. ആ അഭിമാനം ഉള്ളിടത്തോളം കാലം തനിക്ക് ആരുടെയും മുൻപിൽ തലകുനിക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല എന്നും താരം കൂട്ടിച്ചേർത്തു. തനിക്കെതിരെ പ്രവർത്തിച്ചവർ ഇൻഡസ്ട്രിയിലുണ്ടെന്നും നിഷ പറയുന്നു. കണ്ണു നിറഞ്ഞുകൊണ്ടാണ് അഭിമുഖത്തിൻ്റെ അവസാനം നിഷ അവസാനിപ്പിക്കുന്നത്. ഞാൻ 50 വയസ്സ് കഴിഞ്ഞ ഒരു സ്ത്രീയാണ്. നല്ലത് ഏത് ചീത്ത ഏത് എന്നൊക്കെ അറിയാനുള്ള പ്രായവും പക്വതയും ഒക്കെയുണ്ട്. ചെയ്യാത്ത കാര്യങ്ങൾ ചിലർ പറയുമ്പോൾ ചിലപ്പോൾ വിഷമമുണ്ടാകും. ചില അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ഒരിക്കൽ ഒരു സെറ്റിൽ ഒരു ടെക്നീഷ്യൻ കമ്മീഷൻ വാങ്ങി എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തിയപ്പോൾ ഞാൻ പ്രതികരിച്ചു. അയാൾ ഒരു സുഖമില്ലാത്തയാളായിരുന്നു. ഒരാൾ മാത്രമാണ് അയാളെ ഭയങ്കരമായി ക്രൂശിച്ചത്. ഒരു വ്യാജ ആരോപണമായിരുന്നു. അത് തെളിയിക്കണമെന്ന് എനിക്ക് തോന്നി. തെളിയിക്കുകയും ചെയ്തു. അത് എനിക്ക് പണിയാകുമെന്നോ അന്നേ അറിയാമായിരുന്നു. പിന്നീട് തുടർച്ചയായി പല അപവാദങ്ങളും എന്നെക്കുറിച്ച് പ്രചരിപ്പിച്ചു. അയാൾ എന്നെ പരമാവധി നാണം കെടുത്തി. ഞാൻ ലൊക്കേഷനിൽ ഒരാളുമായി പ്രണയമാണെന്നും അയാളെ ഞാൻ കല്യാണം കഴിക്കാൻ പോവുകയാണെന്നുമൊക്കെ എൻ്റെ വീട്ടിൽ വിളിച്ചു പറഞ്ഞു. ഞാൻ ലൊക്കേഷനിൽ അയാളുമായി ലീലാവിലാസങ്ങൾ നടത്തുകയാണെന്ന് വരെ പറഞ്ഞു. അതൊന്നും ഞാൻ മൈൻഡ് ചെയ്തിട്ടില്ല. എൻ്റെ മക്കൾ വരെ എന്നോട് ചോദിച്ചു, അമ്മ അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ എന്ന്. അതൊന്നും മൈൻഡ് ചെയ്യേണ്ട എന്ന് ഞാൻ പറഞ്ഞു. നമുക്കായിട്ട് ഒരു ദിവസം ദൈവം തരും എന്ന് നിഷ സാരംഗ് അവസാനം കണ്ണുനീരോടെ പറയുകയുണ്ടായി.